പൂക്കോട് കോളേജിലെ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അല്ല, കൊലപാതകവുമായി ബന്ധപ്പെട്ട് എന്നാണ് പറയേണ്ടത്. തൽക്കാലം അങ്ങനെ തറപ്പിച്ച് പറയാത്തതിൻ്റെ കാരണം വഴിയെ പറയാം. സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പൂക്കോട് കെ വാസുവിലെ 19 വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തതോടെ അവരെ പുറത്താക്കിക്കൊണ്ട് കെ വാസു ഒരു ഉത്തരവിറക്കി. സിദ്ധാർത്ഥനും അവനെ കൊലപ്പെടുത്തിയവരും പഠിച്ചിരുന്ന കോളേജിൻ്റെ പേരാണ് കെ വാസു. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി എന്നതിൻ്റെ ചുരുക്കപ്പേരായി അവരുടെ തന്നെ സൈറ്റുകളിൽ കാണുന്നതാണ് കെ വാസു. കേസിലെ പ്രതികളെ പുറത്താക്കിക്കൊണ്ടും പരീക്ഷകൾ വിലക്കിക്കൊണ്ടും യൂണിവേഴ്സിറ്റി ഇറക്കിയ ഉത്തരവ് റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ കോടതിയെ സമീപിച്ചു. യൂണിവേഴ്സിറ്റിയുടെ വിലക്കെല്ലാം വലിച്ചെറിഞ്ഞ് ഹൈക്കോടതി ജഡ്ജി സിയാദ് റഹ്മാൻ 2024 ഡിസംബർ 5 കൽപ്പിച്ചു അവരെ തിരിച്ചെടുക്കണം, പരീക്ഷ എഴുതാൻ അനുവദിക്കണം, അതവരുടെ അവകാശമാണ്, പുറത്താക്കിയത് സ്വാഭാവിക നീതി നിഷേധമാണ് എന്നൊക്കെയാണ് അദ്ദേഹം വിധിയിൽ കുറിച്ചത്. അവർ മൂലം ജീവൻ നഷ്ടപ്പെട്ട സിദ്ധാർത്ഥിനും അതേ അവകാശമുണ്ടായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞില്ല. അവരെപ്പോലെ തന്നെ പഠിക്കാൻ അവകാശമുള്ള സമർത്ഥനും മാന്യനുമായ ഒരു യുവാവിനെ കൊലപ്പെടുത്തിയവർക്ക് പഠിക്കാനുള്ള അവകാശമില്ല എന്ന് പറയാനുള്ള സാമാന്യ നീതിബോധവും ആ ജഡ്ജിക്കില്ലാതെ പോയി. യൂണിവേഴ്സിറ്റിയുടെ റിപ്പോർട്ടും അന്വേഷണത്തിലെ കണ്ടെത്തലുകളും സിദ്ധാർത്ഥിൻ്റെ മാതാപിതാക്കളുടെ പരാതിയും നൊമ്പരവും തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികളുടെ അവകാശത്തെക്കുറിച്ച് പ്രഘോഷിച്ചത് എന്നോർക്കുക. മനുഷ്യത്വത്തിലും ജനാധിപത്യത്തിലും നീതിന്യായ വ്യവസ്ഥയിലും വിശ്വസിക്കുകയും ഇതൊക്കെ ഇവിടെ ശോഭയോടെ വാഴുന്നത് കാണാൻ കൊതിക്കുകയും ചെയ്യുന്ന ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഇതൊക്കെയാണ് നീതി നടപ്പാക്കൽ എന്ന് തോന്നുന്നുണ്ടോ? അതാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് തിരുത്തി കുറിച്ചത്. ആ കേസിലെ 19 പ്രതികളെയും പുറത്താക്കിയതും 3 വർഷത്തേക്ക് ഡീബാർ ചെയ്തതും ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു. ഏത് ബെഞ്ചായാലെന്ത്, ഇവരെല്ലാം പഠിച്ചത് ഒരേ നിയമമല്ലേ, പരിഗണിച്ചത് ഒരേ കേസും തെളിവുകളുമല്ലേ, കേട്ടത് ഒരേ മൊഴികളല്ലേ, പിന്നെന്താ വിധികൾ നേരെ വിപരീതമാകുന്നത്? അതാണ് കാഴ്ചപ്പാടിൻ്റെയും പ്രയോഗിക്കലിൻ്റെയും വ്യത്യാസം. നിയമം പഠിച്ചവരെല്ലാം നല്ല ജഡ്ജിമാരാകാത്തത് അതുകൊണ്ട് തന്നെയാണ്. നിയമപരിജ്ഞാനത്തിനൊപ്പം തികഞ്ഞ വിവേകവും ഉൾക്കാഴ്ചയും അകം നിറച്ച് നന്മയും വേണം. അനേകം ജഡ്ജിമാർക്ക് അതില്ലാത്തത് കൊണ്ടാണ് മിക്ക കോടതി വിധികളിലും ജനം അതൃപ്തി പ്രകടിപ്പിക്കുന്നത്. 10ാം ക്ലാസ് പരീക്ഷ എഴുതാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ താമരശ്ശേരിക്കാരൻ ഷഹബാസ് എന്ന പയ്യനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുപോയി മർദ്ദിച്ചു കൊന്നവരെ പരീക്ഷ എഴുതാൻ അനുവദിച്ചപ്പോഴും ജഡ്ജി ഇതേ ന്യായം പറഞ്ഞു. അവർക്ക് പഠിക്കാൻ അവകാശമുണ്ട്. അവൻ്റെ കണ്ണു നോക്കി ഞാൻ 2 പെടപടച്ചു, പിന്നെ അവൻ അനങ്ങിയില്ല എന്നൊക്കെ പ്രതികളിലൊരുത്തൻ വിളിച്ചു പറഞ്ഞത് ലോകം മുഴുവൻ കേട്ടതാണ്. കൊലപാതകമെന്ന അത്രയും പച്ചയ്ക്ക് തെളിഞ്ഞ കേസിലെ പ്രതികൾക്ക് പോലും പഠിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒരു ജഡ്ജി തന്നെയാണ്. തൻ്റെ മകനെ കൊന്നവരെ പരീക്ഷ എഴുതാൻ അനുവദിക്കരുതെന്ന് ഷഹബാസിൻ്റെ പിതാവ് മുഹമ്മദ് ഇക്ബാൽ ആവശ്യപ്പെട്ടിട്ടും കോടതി അവർക്ക് പ്രത്യേക സൗകര്യമൊരുക്കി പരീക്ഷ എഴുതിച്ചു. എൻ്റെ മകനെ കൊന്നവർ പോലീസ് സംരക്ഷണത്തിൽ പരീക്ഷ എഴുതുമ്പോൾ എൻ്റെ മകൻ മണ്ണിനടിയിൽ ഉറങ്ങുന്നു എന്ന് ആ പിതാവ് നൊന്തു വിലപിച്ചു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ നാട്ടുകാരുടെ നീതിബോധത്തിന് തീ പിടിക്കുന്നുണ്ടെന്ന് ഈ നീതിപീഠങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഷഹബാസിനും അതേ അവകാശമില്ലായിരുന്നോ? അതേപ്പറ്റി ന്യായാസനങ്ങൾക്കൊന്നും പറയാനില്ലേ? കോടതി ഉത്തരവ് പ്രകാരം പരീക്ഷ എഴുതിപ്പിച്ചു, എന്നിട്ടോ പരീക്ഷ എഴുതാൻ അനുവദിച്ചവർ തന്നെ അവരുടെ ഫലം തടഞ്ഞു വെച്ചു. പിന്നെയും കോടതി രംഗത്ത് വന്നു, ഫലം പുറത്തായി. ആ കുട്ടിക്കൊലയാളികൾ 10ാം ക്ലാസ് പാസ്സായി പോലും. അവരുടെ മാതാപിതാക്കൾ വലിയ സന്തോഷത്തിലാണ് പോലും. ഒരുത്തനെ കൊന്നിട്ടാണെങ്കിലും പിള്ളേർ 10 ജയിച്ചല്ലോ. പരീക്ഷ എഴുതാൻ അവരെ അനുവദിച്ചത് തെറ്റ്, പരീക്ഷ എഴുതിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് തടഞ്ഞതും തെറ്റ്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് സിദ്ധാർത്ഥനിലേക്ക് തന്നെ പോകാം. സിയാദ് റഹ്മാൻ എന്ന ജഡ്ജിയുടെ ഇപ്പോൾ എല്ലാ മാധ്യമങ്ങളിലും അദ്ദേഹത്തിൻ്റെ പേര് സിംഗിൾ ബെഞ്ച് എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഉത്തരവിനെതിരെ സിദ്ധാർത്ഥിൻ്റെ അമ്മ ഷീബ കൊടുത്ത അപ്പീൽ പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ജഡ്ജിമാരായ അമിത് റാവൽ, കെ വി ജയകുമാർ എന്നിവരാണ് സിംഗിൾ ബെഞ്ചിൻ്റെ തീരുമാനത്തെ തിരുത്തി യൂണിവേഴ്സിറ്റിയുടെ തീരുമാനം ശരിവെച്ചത്. അത്രയെങ്കിലും നന്നായി. പക്ഷേ സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ചു, സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്ത സംഭവം കുളിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്നൊക്കെയാണ് മാധ്യമങ്ങൾ മുഴുവൻ ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുന്നത്. കോളേജുകാരും പോലീസും പറയുന്നത് അതുതന്നെ. എന്തൊരു തോന്നിയാസമാണിത്! ആത്മഹത്യ ചെയ്തു എന്നതിന് എന്താണ് തെളിവ്? ഒന്നുമില്ല. ആരാണതിന് സാക്ഷി? ആരുമില്ല.
തൂങ്ങി മരിച്ച് കിടക്കുന്നതിൻ്റെ ചിത്രമുണ്ടോ? ഇല്ല. സിദ്ധാർത്ഥൻ തൂങ്ങി മരിച്ച് നിൽക്കുന്നതായി ഏതെങ്കിലും പത്രക്കാരോ ചാനലുകാരോ കണ്ടോ? അതുമില്ല. അങ്ങനെ ഒരു ചിത്രമെങ്കിലും ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അതുമില്ല. ഡീൻ നാരായണൻ കോളേജിൽ പ്രസംഗിച്ചത് ഞാൻ പോലീസിൽ അറിയിച്ചപ്പോൾ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നേക്ക് എന്ന് പോലീസ് പറഞ്ഞു എന്നാണ്. അതായത് മരിച്ച നിലയിൽ സിദ്ധാർത്ഥനെ പോലീസ് പോലും കണ്ടിട്ടില്ല എന്നല്ലേ? പോസ്റ്റ്മോർട്ടത്തിന് എത്തിച്ചപ്പോഴാണ് പോലീസ് സിദ്ധാർത്ഥനെ ആദ്യമായി കാണുന്നത് പോലും. പിന്നെ സിദ്ധാർത്ഥൻ ആത്മഹത്യ ചെയ്തു എന്ന് മാധ്യമങ്ങൾ ആധികാരികമായി പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്ത്? സിദ്ധാർത്ഥനെ കൊന്നവർ തന്നെയാണ് ഈ ആത്മഹത്യാ കഥ ഉണ്ടാക്കിയതെന്ന് ലോകത്തിന് മുഴുവൻ അറിയാമായിരിക്കെ മാധ്യമങ്ങൾ എന്തിനിങ്ങനെ കള്ളം പ്രചരിപ്പിക്കുന്നു? മനോരമ, മാതൃഭൂമി ലീഗൽ വിഷയങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യുന്ന ലൈവ് ലോ ചാനൽ എന്നിവയുടെയൊക്കെ ഓഫീസിൽ വിളിച്ച് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചു, സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന് നിങ്ങൾ എഴുതിയത് എന്തടിസ്ഥാനത്തിലാണ്? തെളിവുണ്ടോ? സത്യം മുഴുവൻ എഴുതിയില്ലെങ്കിലും നിങ്ങൾ എഴുതുന്നത് സത്യമായിരിക്കണം. നിങ്ങൾക്ക് തോന്നുന്ന വിധത്തിൽ എഴുതിവിടുന്ന വ്യാജം വായിക്കാനല്ല ജനം കാശ് മുടക്കി നിങ്ങളുടെ പത്രം വാങ്ങുന്നതും ചാനൽ കാണുന്നതും. മാതൃഭൂമി ഓൺലൈൻ വാർത്തയിൽ തിരുത്തു കൊടുത്തു. ഡൈഡ് ബൈ സൂയിസൈഡ് എന്നായിരുന്നു അവരുടെ ആദ്യത്തെ റിപ്പോർട്ട്. ഞാനിത് പറഞ്ഞതിന് ശേഷം അന്ന് തന്നെ അവർ അത് തിരുത്തി അല്ലീജഡ്ലി ഡൈഡ് ബൈ സൂയിസൈഡ്, ആത്മഹത്യ ചെയ്തു എന്ന് പറയപ്പെടുന്ന എന്ന്. അത്രയെങ്കിലും ആകട്ടെ, ഇനി ശ്രദ്ധിച്ചോളാം എന്ന് മറ്റു മാധ്യമങ്ങളും പറഞ്ഞു. മോനെ സിദ്ധാർത്ഥ്, നീ ഇത്രയ്ക്കും ഭാഗ്യഹീനനായി പോയല്ലോ. കൂടെ നടന്നും കൂടെ കളിച്ചും കൂടെ കിടന്നും തിന്നുമൊക്കെ നടന്നവർ പോലും നിന്നെ ചതിച്ചല്ലോ. ഇപ്പോൾ സകലമാന മാധ്യമങ്ങളും നിന്നെ വഞ്ചിച്ചുകൊണ്ടിരിക്കുന്നു. നിന്റെ ദുരന്തമോർത്ത് ഉരുകുന്ന ആയിരങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നതാണ് ഈ നാടിൻ്റെ ദുരവസ്ഥ. സിദ്ധാർത്ഥ് എന്ന യുവാവിനെ സഹപാഠികൾ 3 ദിവസം പട്ടിണിക്കിട്ട് മർദ്ദിച്ചു കൊന്നു. 130 പേർ അതെല്ലാം കണ്ടു നിന്നു. അധികാരികൾ കൂട്ടുനിന്നു. വെറും റാഗിംഗ് എന്ന പേരിൽ കേസ് ഒതുക്കി പോലീസും CBIയും കൈയൊഴിഞ്ഞു. ഇടയ്ക്ക് കോടതിയും കൈയൊഴിഞ്ഞു. പ്രതികൾക്കെല്ലാം ജാമ്യവും പരീക്ഷ എഴുതാൻ അനുവാദവും തുടർന്ന് പഠിക്കാൻ പ്രത്യേക ക്യാമ്പസും ഒരുക്കി സർക്കാർ. ആയുധങ്ങളുമായി ഒരു സംഘം ആളുകൾ നിരായുധനായ ഒരു യുവാവിനെ ആക്രമിച്ചാൽ എത്ര കരുത്തനായാലും വളരെ വേഗം നിലംപരിശാവും. അങ്ങനെ നോക്കിയാൽ 18 പേരുടെ മർദ്ദനത്തിൽ ആദ്യ അരമണിക്കൂറിൽ തന്നെ സിദ്ധാർത്ഥ് അവശനായി വീണിട്ടുണ്ടാവും. പിന്നെയും മർദ്ദനമേറ്റപ്പോൾ ബോധം പോയിട്ടുണ്ടാവും. പിന്നെ ഉറക്കെ കരയാൻ പോലും പറ്റാതാവുന്നു. വെള്ളമിറക്കാൻ വയ്യാതാവുന്നു. ആ നേരത്തും മർദ്ദിക്കുകയാണ് പിശാചുക്കൾ. സിദ്ധാർത്ഥിൻ്റെ തൊണ്ടയിൽ സിഞ്ചോ എന്ന ചെകുത്താൻ വിരൽ കുത്തിപ്പിടിച്ചതിൻ്റെ വേദന നിമിത്തം സിദ്ധാർത്ഥിന് വെള്ളമിറക്കാൻ കഴിഞ്ഞില്ല എന്ന FIR റിപ്പോർട്ട് വാർത്ത ശരിയല്ല. പ്രാണവേദനയിൽ പിടയുന്ന ഒരാൾ എത്ര നീറ്റൽ സഹിച്ചും ഒരു തുള്ളി വെള്ളം ഇറക്കും. അവൻ്റെ ജീവൻ നേരത്തെ പറന്ന് അകന്നിരുന്നു എന്നും അതുകൊണ്ടാണ് വെള്ളമിറക്കാഞ്ഞത് എന്നും അനുമാനിക്കുന്നതിൽ ന്യായമുണ്ട്. ജഡമെങ്ങനെ വെള്ളമിറക്കും? ജീവൻ പോയോ എന്ന് പരിശോധിക്കാനാണ് അവർ വെള്ളം കൊടുത്തത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ജീവൻ പോയ ആ ശരീരത്തിലാണ് സിഞ്ചോയും കാശിനാഥനും മറ്റും പിന്നെയും ചാടിച്ചവിട്ടിയതും ബെൽറ്റ് കൊണ്ട് അടിച്ചതും കഴുത്തിൽ കേബിൾ മുറുക്കിയതും. ഇത്രയൊക്കെ നടന്നതായി അവിടുത്തെ കുട്ടികളുടെ മൊഴികളിലുണ്ട്. വാർത്തകളിൽ വന്നു കഴിഞ്ഞതാണ്. എന്നിട്ടും മനസാക്ഷിയിൽ പട്ടിക്കാട്ടം നിറച്ച പോലീസിന് ഗൂഢാലോചനയോ വധശ്രമമോ ഉണ്ടായതായി തോന്നുന്നേയില്ല. വെറും റാഗിങ് പോലും, ആത്മഹത്യ പ്രേരണ പോലും. ഡീൻ നാരായണൻ കൂസലില്ലാതെ പറയുന്നത് കേട്ടില്ലേ? 16-ാം തീയതി മർദ്ദിച്ചു എന്നാണ് പറയുന്നത്. അഥവാ അങ്ങനെ ഉണ്ടായെങ്കിൽ സിദ്ധാർത്ഥിനെ പരാതിപ്പെട്ടുകൂടായിരുന്നോ? അത് കേട്ട് അയാളുടെ വായിൽ കമ്പി പഴിപ്പിച്ച് കയറ്റിപ്പോവും. പല്ലി ഈച്ചയെ പിടിക്കുന്നതിൻ്റെയും എട്ടുകാലി കൊതുകിനെ വലയിൽ കൊടുക്കുന്നതിൻ്റെയും ഇണചേരുന്ന തെരുവ് നായ്ക്കളുടെയും ഒക്കെ ഫോട്ടോയും വീഡിയോയും എടുത്ത് ഘോഷിക്കുന്ന കോളേജ് യുവാക്കൾ കുറേപ്പേർ ഒന്നിച്ചൊരാളെ പൊതുസ്ഥലത്ത് വെച്ച് മർദ്ദിക്കുന്നത് കണ്ടാൽ പടമെടുക്കാതിരിക്കുമോ? കൂട്ടത്തിലെ ഒരാൾ തൂങ്ങി മരിച്ചാൽ പടമെടുക്കാതിരിക്കുമോ? തൂങ്ങി മരിച്ചാലല്ലേ അങ്ങനെ ഒരു പടമെടുക്കാൻ പറ്റൂ? മർദ്ദനമേറ്റതിൻ്റെ അപമാന ഭാരത്താൽ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്നാരെങ്കിലും പറഞ്ഞാൽ അത് അപ്പാടെ വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ നമ്മുടെ പോലീസ്, ഈ നാട്ടുകാർ? ആത്മഹത്യ എന്ന വാർത്ത കൊടുക്കുന്നതിൻ്റെ പിന്നിൽ ആരാകും ഒളിച്ചിരിക്കുക? ഏതാനും പേരുടെ ഫോൺ വിളികളുടെ ചരിത്രം പരിശോധിച്ചാൽ അത് വ്യക്തമാകും. പക്ഷേ
അങ്ങനെ ഒരു പരിശോധനയോ അന്വേഷണമോ ഉണ്ടായിട്ടില്ല. ഡോക്ടർ അജിത് പാലിയേക്കര തയ്യാറാക്കിയ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 18 കോളങ്ങളിലായി സിദ്ധാർത്ഥിൻ്റെ ദേഹത്തെ 2 ഡസൻ പരിക്കുകളുടെ വിവരങ്ങൾ കാണാം. അതിനു പുറമെ അനേകം മുറിവുകളും ചതവുകളും കരിനീല പാടുകളും ഉള്ളതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൾട്ടിപ്പിൾ അബ്രേഷൻസ് എന്നാണ് പല കോളവും കാണിക്കുന്നത്. കിഡ്നി, ലിവർ, പാൻക്രിയാസ് തുടങ്ങിയ ആന്തര അവയവങ്ങൾക്ക് ഞെരുക്കം സംഭവിച്ചതായും തലയോട്ടിയിൽ ക്ഷതമേറ്റതായും പറയുന്നു. എന്നാൽ പുറമേയുള്ള പരിക്കുകൾക്കെല്ലാം തന്നെ കൊടുത്തിരിക്കുന്ന വിശേഷണം സ്മോൾ എന്നാണ്. മൂർച്ചയുള്ള ആയുധം കൊണ്ട് ഏൽപ്പിച്ച ഒട്ടനവധി പരിക്കുകൾ ശരീരത്തിനകത്തും പുറത്തും കാണാമെന്ന് പറയുന്ന ഡോക്ടർ തന്നെ തൂങ്ങി മരണമാണെന്ന് സ്ഥിരീകരിക്കുന്നത് എങ്ങനെ? തൂങ്ങി മരണത്തിൽ നിർബന്ധമായും വേണ്ട തെളിവാണ് ലിഗേച്ചർ മെറ്റീരിയൽ അഥവാ തൂങ്ങാൻ ഉപയോഗിച്ച വസ്തു. അത് സ്ഥലത്തില്ലായിരുന്നു എന്ന് പറയുന്ന അയാൾ തന്നെ ഒടുവിൽ തൂങ്ങി മരണമാണെന്ന് ഉറപ്പിച്ചു പറയുന്നത് എങ്ങനെ? 3 ദിവസമായി കൊടിയ മർദ്ദനമേറ്റെന്നും ആമാശയത്തിൽ തുള്ളി വെള്ളമില്ലെന്നും മൂത്രാശയത്തിൽ ഒരു തുള്ളി മൂത്രം പോലും ഇല്ലായിരുന്നെന്നും പറയുന്ന ഡോക്ടർക്ക് ആ പരുവത്തിലെത്തിയ ഒരാൾക്ക് തനിയെ പോയി കയർ സംഘടിപ്പിച്ച് കുളിമുറിയിൽ 9 അടി ഉയരത്തിൽ കമ്പി കെട്ടി തൂങ്ങി മരിക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കാനുള്ള അറിവൊക്കെ ഉണ്ട്. പക്ഷേ അത് പറയാനുള്ള ചങ്കുറപ്പും കൂടി വേണമല്ലോ. കൊലയുടെ 3-ാം ദിവസം കോളേജിൽ നടന്ന യോഗത്തിൽ ഡീൻ എൻ കെ നാരായണൻ 8 മിനിറ്റ് പ്രസംഗിച്ചു. ഇവിടെ ഒരു അപകടം നടന്നു, ഇക്കാര്യം നിങ്ങൾ പുറത്തു പറയരുത് എന്ന് കുട്ടികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. അപകടമാണ് ഉണ്ടായതെങ്കിൽ അത് പുറത്തറിഞ്ഞാൽ എന്താണ് കുഴപ്പം? ഏറ്റവും ഒടുവിൽ ഇതാ ഒരു ട്വിസ്റ്റ് കൂടി വന്നിരിക്കുന്നു. മുരളീധര പണിക്കർ എന്നൊരാൾ സിദ്ധാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ഒരു നോവൽ എഴുതുന്നു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നു. നോവൽ എഴുതാൻ പാടില്ല, അത് വന്നാൽ ഞങ്ങളുടെ മക്കൾ ശിക്ഷിക്കപ്പെടുമെന്ന് കാണിച്ച് ആ എഴുത്തുകാരന് വക്കീൽ നോട്ടീസ് വന്നിരിക്കുന്നു 2 വട്ടം. ആരായിരിക്കും അയച്ചത് എന്ന് എടുത്ത് പറയേണ്ടതില്ലല്ലോ. ഏത് വിഷയത്തെക്കുറിച്ച് എഴുതണം എഴുതാതിരിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? നോക്കണം, ഒരു പാവം പയ്യനെ ചവിട്ടിക്കൊന്ന നരഭോജികളുടെ മാതാപിതാക്കൾ പോലും യാതൊരു കുറ്റബോധവുമില്ലാതെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ കുറ്റവാളികൾ വളരുന്നത്. നമസ്കാരം.